ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബുർഡോ 2 ബ്ലൂ വോർട്ടെക്സ് ചാപ്റ്റർ 3 ആണ്. അപ്പോൾ ഞാൻ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത വേഗം തന്നെ പോയി കാണുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കോഡിനെയാണ്. കോഡ് പറയാണ് റെസ്ലിംഗ് ഗൺ ഉസുഗിക്കോ. ഇതെന്ത് റെസ്ലിംഗ് ഗണ്ണാണ്? സാധാരണ റെസ്ലിംഗ് ഗണ്ണാണ്, പക്ഷേ ഇത് വേറെ പേരിലാണല്ലോ ഇതുള്ളത് ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ പൊറോട്ടനെയാണ്. പൊറോട്ട ആണെങ്കിൽ ഇത് പുറകിലാണെങ്കിൽ കുറച്ച് ക്ലോമാക്സ് ആക്കിയിട്ട് കോഡ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ പൊറോട്ട ആണെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മുടെ കോഡിന് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് പൊറോട്ട പറയുന്നുണ്ട്, എന്നെ മര്യാദയ്ക്ക് 10 ഡേയ്സിനടുത്തോട്ട് കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് പൊടിഞ്ഞു മരിക്കും. അത് കേട്ടിട്ട് നമ്മുടെ കോഡാണെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ പൊറോട്ട ആണെങ്കിൽ കോഡിൻ്റെ വയറ്റിനിട്ട് റെസ്ലിംഗ് ഗൺ ഉസുഗിക്കോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പഞ്ചങ്ങ് കൊടുക്കും. ആ പഞ്ചിൽ നമ്മുടെ കോഡാണെങ്കിൽ പൊറോട്ടയുടെ ശരീരത്തുണ്ടായിരുന്ന ആ എയർ റൊട്ടേഷൻ ഇല്ലേ, അത് കോഡിൻ്റെ മേത്തോട്ട് കയറുകയാണ്. എന്നിട്ട് കോഡ് ആണെങ്കിൽ അവിടെ കറങ്ങി അവിടെ വീഴുകയാണ്. അതൊരു കോഡ് പറഞ്ഞിട്ടുണ്ട്, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നെ 10 ഡേയ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ പൊറോട്ടയ്ക്കാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരികയാണ്. എന്നിട്ട് പൊറോട്ട പറയുന്നുണ്ട്, നീ എന്നെ മര്യാദയ്ക്ക് കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ നീ ഭൂമി കറങ്ങുന്ന പോലെ നീയും കറങ്ങി ഇവിടെ മരിക്കും. അന്നേരം നമ്മുടെ കോഡ് കയ്യിലോട്ട് നോക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലും ആ ഒരു കറക്കം ഇങ്ങനെ വരികയാണ്. എന്നിട്ട് കോഡിന് എന്നാ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ പൊറോട്ട പറയുകയാണ്, കോഡ്, ഇനി ഒരവസരം കൂടെ തരാൻ നിനക്ക്. നീ എന്നെ ഇപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ഭൂമി കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. നിനക്ക് വേറെ ഒരു രക്ഷയില്ല. അത് കേട്ട് കോഡ് നമ്മുടെ പൊറോട്ടനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ പൊറോട്ട ആണെങ്കിൽ ഡോഡ്ജ് ചെയ്ത് നടന്നു മാറും. അതൊക്കെ കണ്ട് നമ്മുടെ കോഡാണെങ്കിൽ അതിശയത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ പൊറോട്ട ആണെങ്കിൽ അവനോട് പറയും, കോഡ്, നീ എന്നെ മര്യാദയ്ക്ക് ഇപ്പം തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ ഭൂമി ഒരിക്കലും കറങ്ങുന്ന നിൽക്കില്ല, അതുപോലെ തന്നെ നീയും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്ന് കേട്ടിട്ട് നമ്മുടെ കോഡാണെങ്കിൽ ഭയങ്കര രീതിക്ക് തന്നെ അവിടെ വീഴുകയാണ്. അവിടെ വീണ് നമ്മുടെ കോഡാണെങ്കിൽ പേടിച്ച് അവിടെ പുറകോട്ട് പോവുകയാണ്. അതേസമയം നമ്മുടെ പൊറോട്ട ആണെങ്കിൽ ഒന്നും കൂടെ അവൻ്റെ വയറ്റിനിട്ട് ഒറ്റ കുത്തും. ആ സമയം പൊറോട്ടയുടെ പോലത്തുണ്ടായിരുന്നു മുഴുവൻ കറങ്ങുന്ന പാടില്ല, അതും ഈ കോഡിൻ്റെ മേത്തോട്ട് കയറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കോഡിനാണ്. കോഡാണെങ്കിൽ പൊറോട്ടയാണോ കറങ്ങുന്നത്, ഞാനാണോ കറങ്ങുന്നതെന്ന് മനസ്സിലാവാതെ തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ കറങ്ങി പൊടിഞ്ഞു പോകാൻ തുടങ്ങി. അതേസമയം നമ്മുടെ പൊറോട്ട ആണെങ്കിൽ പറയാണ്, ഇനി നീ ഇപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നടന്ന് മരിക്കുമെന്ന് പറയാണ്. അതിനുശേഷം കോഡ് അവിടെ നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് കോഡ് എണീക്കാൻ പറ്റുമെങ്കിൽ നോക്കുകയാണെങ്കിൽ പറ്റുന്നില്ല. അതേസമയം നമ്മുടെ ഡെവനും ആണെങ്കിൽ അവിടെ പറയാണ്, ഡെവൻ പറയാണ്, ഇത് സാധാരണ റെസ്ലിംഗ് എന്നല്ലേ, ഇതിനെന്നെ ഇത്ര മാറ്റം എന്നൊക്കെ പറയുകയാണ്. എന്നാലും നമ്മുടെ പറയാണ്, അല്ല, ഇത് എന്തോ ഒരു ബേസിക് ജിറ്റ്സ് ആണ് ഇവൻ ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഭൂമി പ്ലാനറ്റ് കറങ്ങുന്ന പോലെ തന്നെ ഇതും കറങ്ങിക്കൊണ്ടിരിക്കും. പ്ലാനറ്റ് നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇത് നിൽക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഡെവൻ ചോദിക്കും, ഓ അതാണല്ലേ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കോഡിനെയും പൊറോട്ടനെയാണ്. നമ്മുടെ ഡെവൻ പിന്നെയും പറയുന്നുണ്ട്, ഓ അതാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പൊറോട്ടനെ കോഡിനാണ് കാണിക്കുന്നത്. കോഡാണെങ്കിൽ എങ്ങനെയൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ പൊറോട്ട ഒന്നും കൂടെ അങ്ങോട്ടൊക്കെ എഫക്റ്റ് ചെയ്തങ്ങ് കൊടുക്കുകയാണ്. അതോടുകൂടി കോഡിനുള്ള പകുതി ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ കോഡ് അവിടെ വീഴാറായപ്പോൾ പൊറോട്ട പറയുകയാണ്, കോഡ്, ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേൾക്ക്, നീ മര്യാദയ്ക്ക് തന്നെ 10 ടൈൽസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പറയലും കോഡ് അവിടെ വീഴുകയാണ്. കോഡ് വീണിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൊറോട്ട പറയണം, ഓ നിനക്ക് ഇത്ര എഫക്റ്റ് ആയപ്പോഴേക്ക് നീ താഴെ വീണു, ഇനി ഞാൻ അങ്ങോട്ടങ്ങ് എഫക്റ്റ് ചെയ്ത് കൊടുത്താൽ നീ അവിടെ തന്നെ കിടന്ന് പൊട്ടിഞ്ഞു മരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ വേഗം തന്നെ 10 ടൈൽസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ. അങ്ങനെ കോഡ് പറയാണ്, ഇല്ല, ഞാൻ ഒരിക്കലും കൊണ്ടുപോയില്ലെന്ന് പറയലും നമ്മുടെ കവാക്കിയാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ കോഡിൻ്റെ നേരെ ഒരു ഒറ്റ കുത്ത്, അവൻ്റെ കൈ ഒരു വാള് പോലെ ആക്കിയിട്ട്
ആക്കത്തിന് നമ്മുടെ ബൊറൂട്ട വരെ പുറകോട്ടൊന്ന് തെറിച്ചു പോവാണ്. എന്നിട്ട് നമ്മുടെ കോഡാണെങ്കിൽ അവിടെ ക്ലോമാർക്കാക്കി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ കവാക്കിയാണെങ്കിൽ അതവിടെ നിന്ന് എറേസ് ചെയ്ത് കളയാണ്. എന്നിട്ട് നമ്മുടെ 3 കഥാപാത്രങ്ങളായ നമ്മുടെ ഹിമാവാരി, ചോച്ചോ, അതുപോലെ തന്നെ ഇനോജിൻ, ഷിക്കഡ ഇവർ 3 പേരും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹിമാവാരി ബൊറൂട്ടോ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ബൊറൂട്ടോ പറയാണ് ഹിമ എന്ന് വിളിക്കുകയാണ്. ഇവിടെ ഇതൊക്കെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കവാക്കിനെയാണ്. കവാക്കിയാണെങ്കിൽ ബൊറൂട്ടോനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കവാക്കി ബൊറൂട്ടോയോട് ചോദിക്കുകയാണ്, ബൊറൂട്ടോ നീ വളർന്നു പോയല്ലോടാന്നൊക്കെ പറയുമ്പോൾ ബൊറൂട്ടോയും പറഞ്ഞു നീയും വളർന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ കോഡാണെങ്കിൽ കുറച്ച് ക്ലോ മാർക്സും കൂടി ഉണ്ടാക്കി. പക്ഷേ കവാക്കി അത് മായ്ച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൊറൂട്ടോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ഒരു കോഡിൻ്റെ തലയുള്ള ആ ഒരു ക്ലോ മാർക്സിലൂടെ വേറൊരു ജീവി പുറത്തോട്ട് വരികയാണ്. അത് നേരെ നമ്മുടെ കവാക്കിയുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും കവാക്കി കുത്തി കൊല്ലുകയാണ് അതിനെ. ഒക്കെ കണ്ട് ബൊറൂട്ടോ വണ്ടറടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കോഡാണെങ്കിൽ ആ ഒരു ക്ലോ മാർക്സിലൂടെ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ കോഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കവാക്കിനെയാണ്. കവാക്കി ബൊറൂട്ടോടെ ഇരിക്കുന്നത്. കവാക്കി ബൊറൂട്ടോടെ ഇരിക്കുകയാണ്. ബൊറൂട്ടോ നീ നല്ലോണം വളർന്നു, നിന്നെ കാണാൻ തന്നെ മാറിക്കഴിഞ്ഞു. ബൊറൂട്ടോയും പറയുകയാണ് നീയും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ കവാക്കി പറയുകയാണ്, ഓ നീ അപ്പം കോഡിനെ കൂടെ അടികൂടി എന്നാണ് തോന്നുന്നത്. നീ എന്നെ കാണാൻ നല്ല ടയർഡായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൊറൂട്ടോ പറയണം നിന്നെ കാണാനും ടയർഡായിട്ട് തന്നെയാണ് ഉള്ളത്, എന്നാലും നിനക്ക് ഇച്ചിരി കൂടെ വളർച്ച വന്നെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരെന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കവാക്കിനാണ്. കവാക്കിയാണെങ്കിൽ ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരികയാണ്. അതുകൊണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ അവിടുന്ന് ഡോഡ്ജ് ചെയ്ത് മാറാൻ നിൽക്കുകയാണ്. അതേസമയം ബൊറൂട്ടോയുടെ കഴുത്തലുണ്ടായിരുന്ന ആ ഒരു ടോഡില്ലേ അത് പറയുകയാണ് നമ്മുടെ കോഡിൻ്റെ കൂടെ ഒരു ടോഡും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ ടോഡ് പറയാണ് കോഡിപ്പോൾ 10 ടൈൽസിൻ്റെ അടുത്തേ ഉണ്ട്. അപ്പം ബൊറൂട്ടോ പറയാണ് ഓ 10 ടൈൽസിൻ്റെ അടുത്ത് അവൻ എത്തിക്കഴിഞ്ഞല്ലേ, അപ്പം എനിക്ക് എത്രയും വേഗം അവിടെ എത്തണം എന്ന് പറയുകയാണ്. അപ്പം ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ചാപ്റ്ററായിട്ട് കാണുന്നവരെ ബൈ ബൈ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പം ഇവിടം വരെയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.